ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ പോയി കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാ ഞങ്ങൾ അവിടെ പോയി കല്യാണം കഴിച്ചത്. ദീപകെ, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അത് നീ എത്രയും പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്തു തരണം. അമ്മ പറയ്, എന്താ കാര്യം? നീ ഇപ്പൊ എവിടെയാ? ഞാൻ ദേ വീട്ടില്. നീ എത്രയും പെട്ടെന്ന് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോണം. അവിടെ ചെന്നിട്ട് അവിടുത്തെ മാരേജ് രജിസ്റ്ററിൽ ഇന്നലെ രജിസ്റ്റർ ചെയ്ത കല്യാണങ്ങളുടെ കൂട്ടത്തിൽ ഋതികയുടെയും രാജുവിന്റെയും പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെയ്യാമേ. പറ്റുമെങ്കിലേ ആ രജിസ്റ്റർ എടുത്തുകൊണ്ട് നീ രാജുവിന്റെ വീട്ടിലേക്ക് വരണം. ശരിയമ്മേ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ശരി മോളെ ഋതികേ, നീ എത്ര കള്ളം പറഞ്ഞാലും അതൊന്നും ഈ അംബികയുടെ അടുത്ത് വില പോകില്ല. നിന്റെ കള്ളത്തരം ഞാൻ ഇന്ന് പൊളിച്ച് കൈ തരും. ആ രജിസ്റ്ററും കൊണ്ട് ദീപക് ഒന്നിങ്ങ് വന്നോട്ടെ. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ മാഡം? പിന്നെ പറയാം. ഇനി വധുവിന്റെ കൈപിടിച്ച് വരന്റെ കയ്യിൽ വച്ചു കൊടുക്കണം. ആരാണ് വധുവിന്റെ കൈപിടിച്ചു കൊടുക്കുന്നത്? അത് ഇവിടെ അച്ഛാ, അച്ഛൻ ചെയ്താ മതി. അല്ല മോനെ, മതി അച്ഛാ, ഞാനല്ല പറയുന്ന. ഇവിടെ അതിനു വേണ്ടി വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അച്ഛൻ ചെയ്താ മതിയെന്ന്. എന്നാ ശരി. വധൂവരന്മാർ എഴുന്നേറ്റ് നിൽക്കണം. ഇനി കൈപിടിച്ചു കൊടുക്കാം. ഹലോ, ഞാൻ ദാ വരുന്നു. എന്തായി? നീ അന്വേഷിച്ചോ? അന്വേഷിച്ചു. അവളുടെ പേര് രജിസ്റ്ററിലുണ്ട്. നോക്കി. എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. അമ്മ കാര്യം തെളിച്ചു പറ. പൂജയ്ക്ക് വേണ്ടി നിലവിളക്ക് കൊണ്ടുവന്നപ്പോ ഋതികയെ രമ്യ കാല് തട്ടി വീഴ്ത്തി. അത് അപശകനമാണെന്നും വിവാഹം കഴിഞ്ഞ മുഹൂർത്തം ഏതാണെന്ന് പൂജാരി ചോദിച്ചപ്പോ രണ്ടുപേരും പറഞ്ഞത് രണ്ടുത്തരം. ഏത് ക്ഷേത്രത്തിലാ വിവാഹം നടന്നതെന്ന് ചോദിച്ചപ്പോ അതിനും രണ്ടുത്തരം. എന്നിട്ടേ ഋതിക ഒരു കഥ പറഞ്ഞു. എന്ത് കഥ? അവൾ ഇറങ്ങിപ്പോയിട്ട് രാജുവിനെ വിളിച്ചോണ്ട് വന്നെന്നും രാജുവിനെ കൊണ്ട് അവളെ ഇഷ്ടമാണെന്ന് സമ്മതിപ്പിച്ചെന്നും എന്നിട്ട് കല്യാണം കഴിച്ചു എന്നും പറഞ്ഞൊരു പുളുക്കഥ. കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം അത് കള്ളമാണെന്ന്. എന്നാലും ഈ രജിസ്റ്ററിൽ
അവരുടെ പേര് എങ്ങനെ വന്നുന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി എന്റെ പരിചയക്കാരനാ. പുള്ളിയെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചതാ. ഞാൻ കരുതി ഇപ്പൊ തന്നെ എല്ലാം പൊളിയൊന്ന്. അങ്ങനെ പൊളിയില്ല മാഡം. ഒരു പഴഞ്ചൊല്ലുണ്ട്, ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാ അതിനെ നടുക്കണ്ടം തിന്നണോന്ന്. അതേപോലെ തന്നെ ഈ തറകളെ നേരിടണമെങ്കിൽ നമ്മൾ കൂതറയാവണം. മനസ്സിലായോ? നവാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ ആ ഓ എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. അംബിക മാഡം വന്നതിലും പൂജയിൽ പങ്കെടുത്തതിലും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വിചാരിച്ചത് മാഡത്തിന് ഞങ്ങളോടൊക്കെ വലിയ ദേഷ്യാന്നാ. അയ്യോ, എനിക്കെന്തിനാ നിങ്ങളോട് ദേഷ്യം? എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ മനുഷ്യരല്ലേ. അതിന് വലിപ്പ ചെറുപ്പമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാ എങ്ങനെയാ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് മാഡം പറഞ്ഞ കറക്റ്റാ. ശരി. ഓ ആ ശരി. പോട്ടെ മോളെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രതാപൻ അറിയാതെ വരാം. രാജു, അംബിക മാഡം, ശേഖരൻ സാറിനെയും യാമിനി മാഡത്തിനെയും കൂടെ കൊണ്ടുപോകുന്നില്ലേ? അവരും ഇവിടെ ഉണ്ടല്ലോ. ശേഖരനും യാമിനിയോ ഇവിടെയോ? എന്നിട്ട് പൂജ നടക്കുന്ന സമയത്തൊന്നും കണ്ടില്ലല്ലോ. അവരെ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. ശേഖരൻ സാറേ, യാമിനി മാഡം. അത് ശരി, നിങ്ങളിവിടെ ഉണ്ടായിട്ടാണോ പൂജയിൽ പങ്കെടുക്കാഞ്ഞത്? അതോ ഞാൻ വന്നത് കണ്ടിട്ട് കേറി ഒളിച്ചതാണോ? ചേച്ചി, എന്തിനാ നിങ്ങൾ എന്നെ ഇത്രയും പേടിക്കുന്നത്? ഞാൻ നിങ്ങളെ വല്ലതും ചെയ്തോ? അംബി ചേച്ചി, ദയവ് ചെയ്ത് ഞങ്ങൾ ഇവിടെ വന്ന കാര്യം പ്രതാപേട്ടനോട് പോയി പറയരുത് പ്ലീസ്. ഞാൻ എന്തിനു പറയണം? നിങ്ങളെപ്പോലെ തന്നെ ഞാനിവിടെ വന്നതല്ലേ. എനിക്ക് ഋതികയോട് സ്നേഹമുള്ളത് കൊണ്ട് ഞാനിവിടെ വന്നു. അതുപോലെ തന്നെ ഋതികയോട് നിങ്ങൾക്കും സ്നേഹമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും നിങ്ങൾക്കും എന്നെപ്പോലെ തന്നെ ഋതികയോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതും മതി. നിങ്ങൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് വാ, ഞാനങ്ങോട്ട് ഇറങ്ങുവാ. ശരി. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ മോളെ. ശരി ചെറിയമ്മേ, ഒരു കാര്യം പറയാനുണ്ട്. അമ്മായി ഇത് അച്ഛനോട് പറയും. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്തായാലും വീട്ടിലേക്ക് പോയാലേ പറ്റൂ. എന്താ സംഭവിക്കാൻ നോക്കാം. നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണെന്ന് എനിക്കറിയാം, പക്ഷെ വരണ്ടായിരുന്നു. ഞാൻ കാരണം ഇപ്പൊ നിങ്ങൾക്കും കൂടി പ്രശ്നമായി. മോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. സംഭവിക്കാനുള്ളത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതങ്ങനെയാ. മോള് സന്തോഷത്തോടെ ഇരിക്കേ. ഞങ്ങൾക്ക് അതാണ് വേണ്ടത്, അല്ലേ അമ്മിനി? അതെ. പോട്ടെ മോളെ, പറ്റുമ്പോഴേക്കും ഞങ്ങൾ വരാം. ശരി. ശരി രാജു, പോട്ടെ. അല്ല, ഞാൻ കൊണ്ടുവിടാം. ഏയ് വേണ്ട രാജു, ഞങ്ങൾ പോയിക്കോളാം. ശരി എന്നാ. ശരി. പോട്ടെ മോളെ. രാജു. ശരി സാറേ. വാ മോളെ. യാമിനി, വാ. ശേഖര, എവിടെ പോയതാ? ഞങ്ങള് പറയാൻ എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. അത് ചേട്ടാ, ഞങ്ങൾ ഋതുമോളെ കാണാൻ പോയി. അവിടെ
അവരുടെ മംഗളപൂജകൾ. ഋതുമോളെ കാണാൻ എന്റെ മുഖത്ത് കരിവാരി തേച്ചിട്ട് അവനൊപ്പം ഇറങ്ങിപ്പോയ അവളെ ഈ പടികടത്തി വിട്ടതല്ലേ ഞാൻ. എനിക്കില്ലാത്ത എന്ത് ബന്ധമാ നിങ്ങൾക്ക് അവളോടുള്ളത്? ബന്ധങ്ങളുടെ കണക്ക് നോക്കിയല്ല ഏട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോയത്. അത് ഒരു കടമയാണെന്ന് തോന്നി. ആ കടമ നിർവഹിച്ചു, അത്രേ ഉള്ളൂ. കടമ? മകൾ അച്ഛനോടുള്ള കടമ നിർവഹിച്ചിട്ട് പോരെ അവളോടുള്ള കടമ നിർവഹിക്കാൻ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? ഞാൻ ഈ നാട്ടിലെ ഒരു ജനനേതാവാണ്, മന്ത്രിയാണ്. എനിക്കുണ്ടാകുന്ന അപമാനത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ഒരു കൊടും ചതി ചെയ്യുമായിരുന്നോ? എനിക്കില്ലാത്ത ബന്ധമൊന്നും നിങ്ങൾക്കും വേണ്ട. ഏട്ടാ, അങ്ങനെ മുറിച്ചളയാൻ പറ്റുന്നതാണോ രക്തബന്ധങ്ങൾ? അപ്പുവിന്റെ ചേച്ചിയായി എന്റെ മൂത്ത മകളായ ഞാൻ ഋതുമോളെ കണ്ടിട്ടുള്ളത്. ഏത് ബന്ധമായാലും മുറിപ്പെടുത്തിയാൽ മുറിച്ചു കളയണം. എന്റെ അഭിമാനത്തെ മുറിപ്പെടുത്തിയ ആ ബന്ധം ഞാൻ അന്ന് തന്നെ മുറിച്ചു കളഞ്ഞതാ. ആ ബന്ധം തുടരാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോകാം, അങ്ങോട്ട് പോകാം. പക്ഷേ മടങ്ങി വന്നേക്കരുത്. ഏട്ടാ, അവിടെ പോയത് ഞങ്ങള് മാത്രല്ല, അംബികേച്ചി അവിടെ ഉണ്ടായിരുന്നു. ഓ, ചേച്ചിക്ക് ശിക്ഷ കിട്ടാത്തതല്ല വിഷമം അല്ലേ? എന്നാ കേട്ടോ, ഞാൻ പോയത് അവരുടെ പൂജയിൽ പങ്കെടുത്ത് അവരെ അനുഗ്രഹിക്കാനല്ല, പൊതുജനത്തിന്റെ കണ്ണിലെ മണ്ണിടാനാ. ഒരു സാധാരണക്കാരന് സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുത്ത മന്ത്രിയുടെ മഹത്വം ജനം വാഴ്ത്തുമ്പോ അത് ജനുവിനാണെന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു നാടകം. അതായിരുന്നു എന്റെ സന്ദർശനത്തിന്റെ ഉദ്ദേശം. നിങ്ങൾ പോയതോ ഈ വീടിന്റെ നാഥൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരെ കണ്ട് അപരാധം പറഞ്ഞ് ക്ഷേമാന്വേഷണം നടത്താനല്ലേ? അതാണ് ഈ രണ്ട് സന്ദർശനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലേ പ്രതാപ? അങ്ങോട്ട് പോവും മുന്നേ നിങ്ങൾക്ക് എന്നോടോ പ്രതാപനോടോ ഒരു വാക്ക് പറയാമായിരുന്നു, ചോദിക്കാമായിരുന്നു. അവിടെയാണ് നിങ്ങളുടെ തെറ്റ്. ഞാനൊരു കാര്യം പറയാം, ആരും തന്നെ ഇത് ആവർത്തിക്കണ്ട. പുകഞ്ഞ കൊള്ളി പുറത്ത്. എനിക്കിനി അങ്ങനൊരു മകളില്ല. നിങ്ങൾക്ക് അങ്ങനൊരു ബന്ധവും വേണ്ട. മനസ്സിലായോ? ആ മോളെ, എന്താ അമ്മ? ഇവർക്ക് മോളെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു, അതാ വിളിച്ചത്. ഇനി രാജുവിന് വേണ്ട എല്ലാ കാര്യങ്ങളും മോള് വേണം ചെയ്യാൻ. എന്റെ മോളെ, അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും തുല്യരാ. അടുക്കള പണി ചെയ്യണോന്ന് ഇവിടെ ആരും നിർബന്ധിക്കില്ല. അതൊക്കെ ചെയ്യാനേ ഇവിടെ കുറെ പേരുണ്ട്. നമ്മുടെ കാലമൊന്നും അല്ല ഇത്. അല്ല രാധേ, മോളുടെ കൈപ്പുണ്യം ഒന്ന് അറിഞ്ഞാ കൊള്ളാം. എന്താ വേണ്ടെന്ന് പറഞ്ഞാ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഇന്ന് നല്ലൊരു ദിവസമാണല്ലോ, ഞങ്ങൾക്ക് പായസം ഉണ്ടാക്കി തന്നാ മതി. ശരി, ഞാനിപ്പോ കൊണ്ടുവരാം. ദൈവമേ, നാണം കെടാതിരിക്കാൻ ഒരാവേശത്തിന് ഏറ്റുപോയി. ഇനി ഉണ്ടാക്കിയില്ലെങ്കിൽ അതിനേക്കാളും വലിയ നാണക്കേടാവൂലോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. ഇവള് പായസം ഉണ്ടാക്കുവാണോ അതോ കട്ടൻ ചായ ഇടുവാണോ? എന്ത് കുന്തമായാലും കുടിക്കുന്നവർ ആശുപത്രിയിലാകാതിരുന്നാ മതി. ആ ദേ മോള് വന്നല്ലോ. ഡാൻഡി, കുടിക്കേ. നന്നായിട്ടുണ്ട് മോളെ, വെറുതെ പറഞ്ഞതല്ല, സത്യമായിട്ട് നന്നായിട്ടുണ്ട്. താങ്ക് യു.
ആ ഉരുളി എടുത്ത് വെക്കണം. കുറച്ച് നെയ്യ് ഒഴിക്കണം. ഇനി ഇളക്കിളക്ക്. നെയ്യ് ചൂടായി കഴിഞ്ഞാലേ സേമിയ ഇടണം. സേമിയ ദാ ആ സ്റ്റീൽ പാത്രത്തില്. മാഡം നല്ല ഹാപ്പി ആണല്ലോ. പെണ്ണുങ്ങൾ എല്ലാരും കൂടിയേ ഹൃദയ മോളുടെ കൈപ്പുണ്യം അറിയണമെന്ന് പറഞ്ഞപ്പോ മോൾ ഒരു പായസം വെച്ചു. പായസം കുടിച്ചിട്ടേ അവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞത്. അതിന്റെ സന്തോഷ. ആണോ? അതേനെ, അതെ, നല്ല കൈപ്പുണ്യമുള്ള കുട്ടിയാ. അപ്പോ എനിക്കില്ലേ? ഞാനിപ്പോ കൊണ്ടുവരാം. പാവം കുട്ടിയാ. എന്റെ മോന്റെ ഭാഗ്യ ഈ മോളെ ഞങ്ങക്ക് കിട്ടിയത്. രാധ പറഞ്ഞ പോലെ ഇവന്റെ ഭാഗ്യ ഈ മോളെ കിട്ടിയത്. എനിക്ക് വേണ്ട. നന്നായിട്ടുണ്ടല്ലോ. താങ്ക് യു. രാജു മോൾക്കും മോള് രാജുവിനും പായസം കൊടുക്കും മോളെ. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം കൊടുക്കണമെന്നാ. അതൊരു ചടങ്ങും കൂടിയാ. ഇതാ മോളെ കൊടുക്ക്. ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാ ഇവനെ സൂക്ഷിക്കണമെന്ന്. അന്നൊക്കെ ഇവന്റെ മാഹാത്മ്യം പറഞ്ഞ് നീ എന്റെ വായ അടപ്പിച്ചു. ഇനിയിപ്പോ നിനക്ക് എന്താ പറയാനുള്ളത്? ഒരു കുഞ്ഞിന് പോലും സംശയം ഉണ്ടാകാതെ അമ്മാവന്റെ സ്വത്ത് മൊത്തം അടിച്ചു മാറ്റാൻ ഇവൻ കണ്ടുപിടിച്ച മാസ്റ്റർ പ്ലാൻ ആയിരിക്കും. എന്തു പറ്റി? ദീപക്കേ, എടാ ദീപക്കേ, ഒന്ന് ഓടിവാ. പ്രതാപ, എന്താ? എഴുന്നേക്ക്. അയ്യോ ദീപക്കേ, പിടിക്ക്. അയ്യോ എന്താ പറ്റിയേ? എന്തു പറ്റിയതാണെന്ന് അറിയില്ല ഡോക്ടർ. പെട്ടെന്നൊരു നെഞ്ചുവേദന. ആ ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് വന്നേ.
ഒന്ന് വന്നേ. എന്താ യാമിനി? അതെ, ഋതുമോളെ വിളിച്ചറിയിക്കണ്ടേ? അവളെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അറിയിക്കാതിരുന്ന എങ്ങനെയാ? പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ എന്താ അവളോട് വിളിച്ചു പറയാനെന്ന് ചോദിച്ചാ നമുക്ക് ഉത്തരവുണ്ടോ? എന്നാ വിളിക്ക്. ആ, ഫോണിങ്ങിതാ. ഹലോ ചെറിച്ച. ആ, മോളെ ഞാനാ. ആ, ചെറിയമ്മയാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? മോളെ അത് ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ. അയ്യോ, എന്തു പറ്റി? മോളെ പറയുന്ന കേട്ട് മോള് ടെൻഷൻ ആവണ്ട. ചെറിയമ്മേ, കാര്യം എന്താന്ന് വെച്ച് പറ. പ്രതാപേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക. അയ്യോ, അച്ഛനെന്താ പറ്റിയത്? മൈനർ അറ്റാക്ക് എന്നാ പറഞ്ഞത്. കരയാ. മോളെ കരയല്ലേ? അച്ഛനൊന്നും സംഭവിക്കില്ല. മോളൊന്ന് കരയാതിരിക്കേ. അതെ, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ?